ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോട്ടോമെട്രിനെ കുറിച്ചാണ്. ഫോട്ടോമെട്രി എന്ന് മീൻ ചെയ്യുന്നത് മെഷർമെന്റ് ഓഫ് ലൈറ്റ്. മെഷർമെന്റ് ഓഫ് ലൈറ്റിനാണ് ഫോട്ടോമെട്രി എന്ന് മീൻസ് ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന ഒരു സൊല്യൂബിൾ കളർഡ് മെറ്റീരിയലിന നമ്മൾ കൺവേർട്ട് ചെയ്താൽ, ഏതെങ്കിലും സബ്സ്റ്റൻസിനെ ഒരു സൊല്യൂബിൾ കളർഡ് മെറ്റീരിയൽ കൺവേർട്ട് ചെയ്താൽ അതിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ ആ സൊല്യൂഷനിലുള്ള അതിന്റെ കളർ, എത്ര എമൗണ്ട് ഓഫ് കളർ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്നത് മെഷർ ചെയ്യാൻ പറ്റും. അതായത് ഇഫ് എ സബ്സ്റ്റൻസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു എ സൊല്യൂബിൾ കളർഡ് മെറ്റീരിയൽ, ഇറ്റ്സ് കോൺസെൻട്രേഷൻ മേ ബി ഡിറ്റർമൈൻഡ് ബൈ എമൗണ്ട് ഓഫ് കളർ പ്രസന്റ് ഇൻ ദ സൊല്യൂഷൻ. ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് നമ്മൾ സൊല്യൂബിൾ കളർഡ് മെറ്റീരിയൽ കൺവേർട്ട് ചെയ്താൽ അതിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെ ഡിറ്റർമൈൻ എന്ന് വെച്ചാൽ ആ സൊല്യൂഷനിൽ എത്ര എമൗണ്ട് ഓഫ് കളർ പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കി അതിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന, ഈ മെഷർമെന്റ് ഓഫ് ലൈറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഫോട്ടോമീറ്റർ ആൻഡ് സ്പെക്ട്രോഫോട്ടോമീറ്റർ. Photometer and spectrophotometer are instruments used for these types of measurement, that is measurement of light. ഇവിടെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ, ഇവിടെ in which a photocell or photomultiple tube is used to detect the amount of light that passes through a colored solution from a light source. അതായത് ഇവിടെ എമൗണ്ട് ഓഫ് ലൈറ്റ് എത്ര പാസ് ചെയ്ത് നോക്കാൻ വേണ്ടി ഇവിടെ രണ്ട് അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ഫോട്ടോ സെൽസ് അല്ലെങ്കിൽ ഫോട്ടോ മൾട്ടിപ്പിൾ. ഫോട്ടോ മൾട്ടിപ്ലെയറോ അല്ലെങ്കിൽ ഫോട്ടോ സെൽസോ ഈ ഫോട്ടോമീറ്റർ ആൻഡ് സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റിലുണ്ട്. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ഈ ഫോട്ടോ സെൽ ഒരു ഫോട്ടോ മൾട്ടിപ്ലർ എന്ന സാധനം ഉള്ളത് കൊണ്ട് നമുക്ക് എത്ര എമൗണ്ട് ഓഫ് ലൈറ്റ് കളർഡ് സൊല്യൂഷനിൽ പാസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. The greatest sensitivity is obtained when the light permitted to pass through the solution of a particular wavelength. നമുക്ക് ആ മെഷർമെന്റ് ഗ്രേറ്റസ്റ്റ് സെൻസിറ്റിവിറ്റി എപ്പാ കിട്ടാന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് എന്ത് ചെയ്യണം, ലൈറ്റ് പെർമിറ്റഡ് ടു പാസ് ത്രൂ സൊല്യൂഷൻ ഓഫ് എ പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് നമ്മൾ ആ സൊല്യൂഷനിൽ കൂടി പാസ് ചെയ്താൽ നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ ഗ്രേറ്റസ്റ്റ് സെൻസിറ്റിവിറ്റി കിട്ടും. ഇനി എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് നോക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത് the name given to the range of all known radiations. നമുക്കറിയുന്ന എല്ലാ റേഡിയേഷൻസിന്റെയും അറേഞ്ച്മെന്റ്, അതിനാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇവിടെ സ്പെക്ട്രം എങ്ങനെ അറേഞ്ച് എന്ന് വെച്ചാൽ ഒന്നിക്ക് വേവ് ലെങ്ത്തിന്റെ ഓർഡറിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസിന്റെ ഓർഡറിൽ. അപ്പൊ ദ മെമ്പേഴ്സ് ഓഫ് EM സ്പെക്ട്രം ഇൻ ഓർഡർ ആർ. അപ്പൊ എന്തെല്ലാം മെമ്പേഴ്സ് ഈ ഒരു സ്പെക്ട്രം ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ളതെന്ന് വെച്ചാൽ റേഡിയോ, TV വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ്, എക്സ്റേ ആൻഡ് ഗാമാറേ. ഇവിടെ ഏറോ കൊടുത്തത് ഇതിങ്ങനെ നേരെ പോവുകയാണെങ്കിൽ ഇൻക്രീസിങ് ഫ്രീക്വൻസി ആണ്, നേരെ റിവേഴ്സ് ഓർഡറിലാവുമ്പോൾ ഇൻക്രീസിങ് വേവ് ലെങ്ത്. അപ്പൊ ഇൻക്രീസിങ് ഫ്രീക്വൻസിന്റെയും അല്ലെങ്കിൽ ഡിക്രീസിങ് വേവ് ലെങ്തിന്റെയും ആ ഒരു സ്പെക്ട്രത്തിന്റെ അറേഞ്ച്മെന്റ്, ആ അറേഞ്ച്മെന്റ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കി നമുക്ക് മനസ്സിലാവും ഈ ഒരു അറേഞ്ച്മെന്റിൽ റേഡിയോ വേവ്സ് ആണ് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത് ഉള്ളത് റേഡിയോ വേവ്സിനാണ്. അപ്പൊ ഹൈ വേവ് ലെങ്ത് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, അതിന്റെ ഫ്രീക്വൻസി അത് കുറവായിരിക്കും. കാരണം വേവ് ലെങ്തും ഫ്രീക്വൻസി ആണ്. അപ്പൊ റേഡിയോ വേവ്സിന് ഹൈ വേവ് ലെങ്ത് ഉണ്ട്, ഫ്രീക്വൻസി എന്ന് പറയുന്നത് കുറവാണ്. ആൻഡ് ഗാമ റേസ് ആണെങ്കിലോ, ഗാമ റേസിന് ഹൈയസ്റ്റ് ഫ്രീക്വൻസി ഉണ്ട്, അതുപോലെ തന്നെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഉണ്ട്. ഇനി ഗാമ റേസ് എന്ന് പറയുന്നത് അവർക്ക് ഹൈയസ്റ്റ് എനർജി ഉള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് ഗാമ റേസ്. അതെന്തുകൊണ്ടാണ്, അതിന് ഹൈ ഫ്രീക്വൻസി ഉണ്ട്. നമുക്കറിയാം E = h nu. അപ്പൊ എനർജി എന്ന് പറയുന്നത് ന്യൂ എന്ന് പറഞ്ഞ ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് തന്നെ ഹൈയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള ഗാമ റേസിന് എന്തുണ്ട്, ഹൈയസ്റ്റ് എനർജി ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ അവർക്ക് എന്തുണ്ട്, ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത്തും ഉണ്ട്. അതായത് ഈ ഒരു അറേഞ്ച്മെന്റിൽ റേഡിയോ വേവ്സ് ആണ് ഏറ്റവും ഫസ്റ്റ് ഉള്ളത്. റേഡിയോ വേവ്സിന് ഹൈ വേവ് ലെങ്ത് ആണ്, അതുകൊണ്ട് അവർക്ക് ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും. ഗാമ റേസ് ആണെങ്കിൽ അവർക്ക് ഹൈ ഫ്രീക്വൻസി ഉണ്ട്, അത് കാരണം ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആയിരിക്കും. അതുപോലെ ഗാമ റേസിനാണ് ഹൈയസ്റ്റ് എനർജി ഉള്ളത്. പിന്നെ എവരി മെമ്പർ ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ട്രാവൽസ് അറ്റ് ദ സെയിം സ്പീഡ് ഇൻ വാക്വം. അപ്പോൾ വാക്വത്തിൽ എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രവും ഒരേ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. അവരെല്ലാം ട്രാവൽ ചെയ്യുന്നത് സ്പീഡ് ഓഫ് ലൈറ്റിന് ഈക്വൽ ആയിട്ടാണ്. നമുക്കറിയാം സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് എത്രയാ, 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പൊ ആ ഒരു അതേ സ്പീഡിലാണ് എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള ഓരോ മെമ്പറും ട്രാവൽ ചെയ്യുന്നത് വാക്വത്തിൽ. നെക്സ്റ്റ് വിസിബിൾ സ്പെക്ട്രം. നമുക്ക് ഒരു എക്യുപ്മെന്റും കൂടാതെ നമുക്ക് വിസിബിളായി കാണാൻ പറ്റുന്ന ഒരേ ഒരു സ്പെക്ട്രം മാത്രമേ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ളൂ. അതെന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റ് ആണ്.
visible light is the only member of the EM spectrum which can be seen without any special equipment. ഒരു സ്പെഷ്യൽ എക്യുപ്മെന്റ് ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് കാണാൻ പറ്റുന്ന ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഒരേ ഒരു സ്പെക്ട്രം എന്ന് പറയുന്നത്, ഒരു മെമ്പർ എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റ് ആണ്. ഓൾ അതർ മെമ്പേഴ്സ് ഓഫ് ദി വിസിബിൾ സ്പെക്ട്രം ആർ ഇൻവിസിബിൾ. ബാക്കി എല്ലാ മെമ്പേഴ്സും ഇൻവിസിബിൾ ആണ്. ആൻഡ് ഹാവ് അനദർ മെത്തേഡ് ഓഫ് ഡിറ്റക്ഷൻ. നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. വിസിബിൾ ആവും എങ്ങനെയാന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും ഒരു ഡിറ്റക്ഷൻ മെത്തേഡ് ഉപയോഗിക്കുക. പക്ഷെ വിസിബിൾ സ്പെക്ട്രം നമുക്ക് നമ്മൾ കണ്ടുകൊണ്ട് തന്നെ എക്യുപ്മെന്റ് ഒന്നും ഉപയോഗിക്കാതെ കാണാൻ പറ്റുന്നതാണ്. This part of the spectrum is the only part which can be seen by the human eye. നമ്മളെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റുന്ന ഈ സ്പെക്ട്രത്തിലെ ഒരേ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ വിസിബിൾ സ്പെക്ട്രം ആണ്. അപ്പൊ ഇതിന്റെ കളേഴ്സ്, അതിന്റെ ഓർഡർ എങ്ങനെയാന്ന് വെച്ചാൽ റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ഇൻഡിഗോ ആൻഡ് വയലറ്റ്. നമ്മളെ വിബ്ജിയോർ എന്ന് പറഞ്ഞ ഏത് റെയിൻബോസിന്റെ കളർ. നമുക്കറിയാം റെഡ് ലൈറ്റിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്, അത് കാരണം അതിന്റെ ഫ്രീക്വൻസി കുറവായിരിക്കും. വയലറ്റിനാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത്, അല്ലെങ്കിൽ വയലറ്റിനാണ് ഹൈ ഫ്രീക്വൻസി ഉള്ളത്. As you go from red to violet light, wavelength is decreases and frequency and energy is increases. നിങ്ങൾ റെഡ് എന്ന് വയലറ്റ് ലൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? വേവ് ലെങ്ത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണും. നോട്ട്, ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് ദ വിസിബിൾ സ്പെക്ട്രം ആൻഡ് നോട്ട് എ റെയിൻബോ. നമ്മൾ ഇതൊരു വിസിബിൾ സ്പെക്ട്രം എന്ന് വിളിക്കുക, അല്ലാണ്ട് റെയിൻബോ എന്നല്ല. നെക്സ്റ്റ്, പ്രാക്ടിക്കൽ യൂസസ് ഓഫ് EM റേഡിയേഷൻ. അപ്പൊ ഇതിന് കുറച്ചൊരു ആപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. റേഡിയോ വേവ്സ് ആണെങ്കിൽ എന്താ, റേഡിയോ ടെലസ്കോപ്സ്, വയർലെസ് റേഡിയോ ട്രാൻസ്മിഷനിൽ യൂസ് ചെയ്യും. TV വേവ്സ് ആണെങ്കിൽ ടെറസ്ട്രിയൽ TV സിഗ്നൽസ്, പിന്നെ മൈക്രോവേവ്സ് ആണെങ്കിൽ കുക്കിംഗ് ഫുഡ്, ഓവൺ ഒക്കെ, സ്പീക്കർ, മൊബൈൽ ഫോൺസ്. ഇൻഫ്രാറെഡ് ആണെങ്കിൽ തെർമൽ ഇമേജിംഗ് ക്യാമറാസ് ഫോർ ദ പോലീസ് ആൻഡ് ഫയർ സർവീസ്. പോലീസിലും ഫയർ സർവീസിലും ഉപയോഗിക്കുന്ന തെർമൽ ഇമേജിംഗ് ക്യാമറ എന്ന് പറയുന്നത് IR ഉള്ളതാണ്. പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് യൂസ് ടു ട്രീറ്റ് മസിൽ ഇഞ്ചറീസ് ഒക്കെ ഫിസിയോതെറാപ്പിസ്റ്റ് ട്രീറ്റ് ചെയ്യില്ലേ, അത് യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് റേസ് ഉപയോഗിച്ചാണ്. നെക്സ്റ്റ്, ടു സി എനിത്തിങ്, വിസിബിൾ ലൈറ്റ് നമുക്ക് എന്ത് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലൈറ്റിനാണ് നമ്മൾ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അൾട്രാവയലറ്റ് യൂസ് ടു ട്രീറ്റ് സ്കിൻ കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി UV ഉപയോഗിക്കും. അതുപോലെ ബ്രെയിനിലെ വിറ്റമിൻ D3 ഉപയോഗിക്കും. പിന്നെ സെക്യൂരിറ്റി മാർക്കിംഗ്സ് ഓൺ പ്രോപ്പർട്ടി. പിന്നെ എക്സ്റേസ് വരാണെങ്കിൽ ചെക്കിംഗ് ഫോർ ബ്രോക്കൺ ബോൺസ്. നമ്മൾ പൊട്ടി അല്ലെങ്കിൽ ബോൺസ് പൊട്ടി നമുക്കറിയാം, നമ്മൾ എക്സ്റേ ചെയ്യും. പിന്നെ സ്കാനിങ് എയർപോർട്ട് ലഗേജ്, അതിന് എക്സ്റേ ഉപയോഗിക്കുന്നത്. പിന്നെ ഗാമാ റേസ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ട്രേസസ് ഇൻ മെഡിസിൻ ആൻഡ് ലീക്കിംഗ് അണ്ടർഗ്രൗണ്ട് പൈപ്സ്. അണ്ടർഗ്രൗണ്ട് പൈപ്സിലുള്ള ലീക്കിങ്ങിന്, അതുപോലെ റേഡിയോ ആക്റ്റീവ് ട്രൈസസ് ഇൻ മെഡിസിനിൽ റേഡിയോ ആക്റ്റീവ് ട്രൈസർ ആയിട്ടൊക്കെ ഗാമാ റേസ് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ എക്യുപ്മെന്റിന് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി അധികവും മെഡിക്കൽ ഫീൽഡിൽ ഗാമാ റേസ് ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ്, എക്സാമ്പിൾ ഓഫ് ദിസ് EM റേഡിയേഷൻ applications are shown below. റേഡിയോ ആൻഡ് TV ട്രാൻസ്മിഷൻ. പിന്നെ മൈക്രോവേവ് ഓവണിൽ കുക്ക് ചെയ്യാൻ വേണ്ടി മൈക്രോവേവ് റേഡിയേഷൻസ് ആവശ്യമുണ്ട്. നെക്സ്റ്റ്, അബ്സോർപ്ഷൻ ലോസിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു സൊല്യൂഷനിലേക്ക് കൂടി ഇൻസിഡന്റ് ലൈറ്റ് പാസ് ചെയ്യുന്നത് I0 എന്നാണ് അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൽ കൂടി പുറത്തേക്ക് വരുന്ന ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റ്, അത് നമ്മൾ I എന്ന് കൺസിഡർ ചെയ്യും. പിന്നെ ഈ ഒരു ഇതിന്റെ ലെങ്ത് L. ഇനി അബ്സോർപ്ഷൻ ലോസിലേക്ക് നോക്കാം. അപ്പൊ അബ്സോർപ്ഷൻ ലോസ്, 2 empirical laws govern the absorption of light by molecules. ഇപ്പൊ ലൈറ്റ് മോളിക്യൂൾസിന്റെ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ്, അതിനെ ബേസ് ചെയ്തിട്ട് 2 empirical laws ഉണ്ട്. ഇപ്പൊ ഏതാ ലോസ് എന്ന് നോക്കാം. ഒന്ന് ലാംബേർട്സ് ലോ റിലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ അബ്സോർപ്ഷൻ ടു ദ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്. അപ്പോ ഈ ലൈറ്റിന്റെ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്തിനാണ് ലാംബേർട്സ് ലോ റിലേറ്റ് ചെയ്യുന്നത്. ബിയേർഡ്സ് ലോ ആണെങ്കിൽ ബിയേർഡ്സ് ലോ റിലേറ്റ് ചെയ്യുന്നത് അബ്സോർപ്ഷൻ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ അബ്സോർബിംഗ് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷനെയാണ് ബിയേർഡ്സ് ലോ റിലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ 2 ലോസ് ഉണ്ട്, ലാംബേർട്സ് ലോ ആൻഡ് ബിയേർഡ്സ് ലോ. ഫസ്റ്റ് ലാംബേർട്സ് ലോ നോക്കാം. ലാംബേർട്സ് ലോ states that when a beam of monochromatic radiation passes through a homogeneous absorbing medium, ഒരു ഹോമോജീനിയസ് അബ്സോർബിംഗ് മീഡിയത്തിൽ മോണോക്രോമാറ്റിക് റേഡിയേഷൻ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ ദി ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ, അവിടെ എന്ത് സംഭവിക്കും? റേഡിയേഷന്റെ ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷന്റെ ഡിക്രീസ് സംഭവിക്കും. അങ്ങനെ ഡിക്രീസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് ആ ഒരു അബ്സോർബിംഗ് മീഡിയത്തിന്റെ തിക്നെസ്സിനായിട്ടുള്ള ഡിക്രീസ് ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത് എന്തിന്റെ പ്രൊപ്പോർഷനിലാണ്? ടു ദി ഇന്റൻസിറ്റി ഓഫ് ദ ഇൻസിഡന്റ് റേഡിയേഷൻ. അപ്പോൾ ഒരു അബ്സോർബിംഗ് മീഡിയത്തിന്റെ തിക്നെസ് എന്ന് പറയുന്നത് എന്ത് പ്രൊപ്പോർഷനാണ്? ഇന്റൻസിറ്റി ഓഫ് ദ ഇൻസിഡന്റ് റേഡിയേഷൻ. നമ്മൾ ഇൻസിഡന്റ് ചെയ്ത I0 എന്ന് പറഞ്ഞ ഇന്റൻസിറ്റി ഇല്ലേ, ആ ഇന്റൻസിറ്റിക്ക്
ഈ ഒരു അബ്സോർബിംഗ് മീഡിയത്തിന്റെ തിക്നെസ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇപ്പൊ ലാംബർട്ട്സ് ലോ പറയുന്നത് ഒന്നുമില്ല, നമ്മളൊരു ഹോമോജീനിയസ് അബ്സോർബിംഗ് മീഡിയത്തിലൂടെ ഒരു മോണോക്രോമാറ്റിക് ബീം ഓഫ് റേഡിയേഷൻ പാസ് ചെയ്താൽ എന്ത് സംഭവിക്കും? അവിടെ ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷന്റെ ഡിക്രീസ് സംഭവിക്കും. ആ റേറ്റ് ഓഫ് ഡിക്രീസ് എന്ന് പറയുന്നത് വിത്ത് തിക്നെസ് ഓഫ് അബ്സോർബിംഗ് മീഡിയത്തിന്റെ തിക്നെസ്സോട് അനുസൃതമായിട്ട് അവിടെ ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ഡിക്രീസ് സംഭവിക്കും. അതെന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ എന്ത് പ്രൊപ്പോർഷണൽ ആയിരിക്കും? അബ്സോർബിംഗ് മീഡിയത്തിന്റെ തിക്നെസ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് ഒരു മെയിൻ പോയിന്റ്. ലാംബർട്ട്സ് ലോ പറയുന്നത് തിക്നെസ് ഓഫ് അബ്സോർബിംഗ് മീഡിയത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ഇനി ബിയേഴ്സ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് when a beam of monochromatic radiation is passed through a solution of a absorbing substance. അതൊരു അബ്സോർബിംഗ് സബ്സ്റ്റൻസിന്റെ സൊല്യൂഷനിലേക്ക് നമ്മള് ബീം ഓഫ് മോണോക്രോമാറ്റിക് റേഡിയേഷൻ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെയും ഡിക്രീസിങ് ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ നടക്കും. അത് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ഓഫ് ദ ഇൻസിഡന്റ് റേഡിയേഷൻ ആസ് വെൽ ആസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ. റേറ്റ് ഓഫ് ഡിക്രീസിങ് ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഒന്ന് പറയുന്നത് ആ സൊല്യൂഷനിൽ കോൺസെൻട്രേഷൻ, രണ്ടാമത്തത് നമ്മൾ ഇൻസിഡന്റ് ചെയ്ത റേഡിയേഷൻ ഇല്ലേ I0, അതിന്റെ ഇന്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇപ്പൊ ലാംബർട്ട്സ് ലോ പറയുന്നത് തിക്നെസ് ഓഫ് അബ്സോർബിംഗ് മീഡിയ ആണ്. ബിയേഴ്സ് ലോ പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷനും അതുപോലെ തന്നെ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷനും. ആ 2 പോയിന്റ് ഓർമ്മിക്കാം. പിന്നെ അബ്സോർപ്ഷൻ ലോസ് ഓൺ കമ്പൈനിങ് ടു ദിസ് ലോ. അപ്പൊ നമ്മുടെ ബിയേഴ്സിന്റെ ലോ ലാംബർട്ട്സ് ലോവും കമ്പൈൻ ചെയ്യാം. ബിയേഴ്സ് ലോ പറയുന്നത് എന്താ? ബിയേഴ്സ് ലോ പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷനും അതുപോലെ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷനും പ്രൊപ്പോർഷണൽ ആയിരിക്കുന്ന. ലാംബർട്ട്സ് ലോ പറയുന്നത് തിക്നെസ്സിന് അബ്സോർബിംഗ് മീഡിയത്തിന് തിക്നെസ് പ്രൊപ്പോർഷണൽ ആയിരിക്കുന്ന. അപ്പൊ ഇത് രണ്ടും നമ്മൾ കമ്പൈൻ ചെയ്യുന്നു. അപ്പൊ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് നമുക്ക് ബിയർ ലാംബർട്ട്സ് ലോ കിട്ടും. This may be formulated according to this law when a beam of monochromatic radiation is passed through a solution of a absorbing substance. Absorbing substance ഉള്ള സൊല്യൂഷനിൽ നമ്മൾ മോണോക്രോമാറ്റിക് റേഡിയേഷൻ ഓഫ് ബീം പാസ് ചെയ്താൽ അവിടെ റേറ്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ, റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ അത് എന്ത് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഇന്റൻസിറ്റി ഓഫ് ദ ഇൻസിഡന്റ് റേഡിയേഷൻ ആസ് വെൽ ആസ് ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. ഒന്നും പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ പ്രൊപ്പോർഷണൽ ആണ്, പിന്നെ വേറൊന്നും പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ. അപ്പൊ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ എഴുതും. അതായത് log I0 by I, ആ ഒരു ഡിക്രീസ് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷന് log I0 by I എക്സ്പോണൻഷ്യലി കൊടുക്കാം. അല്ലെങ്കിൽ ആ log I0 by Iക്ക് പറയുന്ന പേരാണ് അബ്സോർബൻസ് A. അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ CL. I0 എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്, I എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ്, C എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ യൂണിറ്റ് മോൾസ് പെർ ലിറ്റർ, L എന്ന് പറയുന്നത് പാത്ത് ലെങ്ത് ഓർ തിക്നെസ്. ഇനി എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ A പ്രൊപ്പോർഷണൽ ടു CL ആകുമ്പോൾ A is equal to എപ്സിലോൺ CL എന്നാവും. ആ എപ്സിലോൺ എന്ന് പറയുന്നത് മോളാർ എക്സ്റ്റിങ്ഷൻ കോഎഫിഷ്യന്റ് എന്നാണ് പറയുന്നത്. പിന്നെ A എന്ന് പറയുന്നത് അബ്സോർബൻസ്. അതുപോലെ തന്നെ വേറൊരു സംഭവം ട്രാൻസ്മിറ്റൻസ് T എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു I by I0. അതായത് മൈനസ് ലോഗ്, ഈ നെഗറ്റീവ് ലോഗരിതത്തിൽ നമ്മൾ എന്ത് പറയുന്നത് ട്രാൻസ്മിറ്റൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അബ്സോർപ്ഷൻ ലോസിൽ നമ്മൾ ബിയർ ലാംബർട്ട്സ് ലോ ഒന്നുകൂടി പറയാം. സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് എ ബീം ഓഫ് മോണോക്രോമാറ്റിക് റേഡിയേഷൻ ഡിക്രീസ് എക്സ്പോണൻഷ്യലി വിത്ത് ഇൻക്രീസ് ഇൻ തിക്നെസ് X ആൻഡ് കോൺസെൻട്രേഷൻ C ഓഫ് ദ അബ്സോർബിംഗ് മീഡിയം. അതായത് ഒരു ഇന്റൻസിറ്റി ഓഫ് എ ബീം ഓഫ് മോണോക്രോമാറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ് എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. എന്തിനാണ് അനുസൃതമായിട്ട്? ഇൻക്രീസ് ഇൻ തിക്നെസ് Xനും അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ C ഓഫ് ദ അബ്സോർബിംഗ് മീഡിയത്തിനും അനുസൃതമായി ഇന്റൻസിറ്റി ഓഫ് ബീം എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്തിട്ട് കാണാം. ദാറ്റ് ഈസ് log I0 by I is equal to epsilon CL. അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? absorbance is equal to epsilon CL because A is equal to log I0 by I. എപ്സിലോൺ എന്ന് പറയുന്നത് മോളറൈസേഷൻ കോഎഫിഷ്യന്റ്, C എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ, L എന്ന് പറയുന്നത് പാത്ത് ലെങ്ത്. നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ഓഫ് ലോ. ഈ ലിമിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ ദിസ് ലോ ഇസ് ആപ്ലിക്കബിൾ ഫോർ ഡൈലൂട്ട് സൊല്യൂഷൻ ഓൺലി. ഡൈലൂട്ട് സൊല്യൂഷനിലെ കേസിൽ മാത്രമേ ഇവിടെ ഈ ഒരു ലോ ആപ്ലിക്കബിൾ ആവും. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷന്റെ കേസിൽ ഇത് ഇൻവാലിഡ് ആണ്. The law is not obeyed when fluorescent compound are present. അതുപോലെ എല്ലാ കോമ്പൗണ്ടിലൊന്നും ഈ ലോ ആപ്ലിക്കബിൾ അല്ല. ഫ്ലൂറസെന്റ് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ ഈ ലോ ഒബേ ചെയ്യൂല. Also, the law is not obeyed when the different forms of absorbing molecules are in equilibrium and when the solute and solvent form complexes. Next, a deviation of absorptivity coefficient at a high concentration. അപ്പൊ ഇവിടെ ഹൈ കോൺസെൻട്രേഷൻ എത്തുമ്പോൾ സംഭവിക്കും, ഇവിടെ ഡീവിയേഷൻ നടക്കും. എന്നുള്ള ഡീവിയേഷൻ നടക്കുന്നത് അവിടെ
ക്ലോസ് പ്രോക്സിമിറ്റിയുള്ള മോളിക്യൂൾസ് തമ്മിൽ എന്തുണ്ടാവും? ഇലക്ട്രിക്കൽ ഇന്ററാക്ഷൻസ് നടക്കും. അതായത് ഏകദേശം ഒരേപോലുള്ള പ്രോക്സിമിറ്റിയിലുള്ള മോളിക്യൂൾസ് തമ്മിൽ ഇലക്ട്രിക്കൽ ഇന്ററാക്ഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? അബ്സോർബിറ്റിവിറ്റിക്ക് ഡീവിയേഷൻ നടക്കുന്നത് കാണാം. അത് എവിടെ? ഹൈ കോൺസെൻട്രേഷനിൽ. ഹൈ കോൺസെൻട്രേഷനിൽ എത്തുന്ന സമയത്താണ് ഇലക്ട്രിക്കൽ ഇന്ററാക്ഷൻ നടക്കുക. കാരണം ഡീവിയേഷൻ നടക്കും. അതാണ് ആ ഒരു ഗ്രാഫിൽ കൊടുത്തത്. ഡീവിയേഷൻ ഫ്രം Beer's law at high concentration. And scattering of light due to particulates in sample. പിന്നെ എന്താ പറയുന്നത്? ഫ്ലൂറസെൻസ് ഓർ ഫോസ്ഫറൻസ് ഓഫ് ദ സാമ്പിൾ. ചേഞ്ച് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. log I naught by I is equal to epsilon CL, L equal to epsilon CL. പിന്നെ A is equal to നമുക്കറിയാം log I naught by I, absorbance is equal to log I naught by I ആണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? A is equal to minus log T എന്ന് എഴുതാം. കാരണം log I by I naught ആണ് എന്ത്? T. അപ്പൊ നമുക്ക് നെഗറ്റീവ് ലോഗരിതം ഓഫ് ട്രാൻസ്മിറ്റൻസ് ആണ് എന്ത്? അബ്സോർബൻസ് എന്നും കൂടി പറയാം. നെക്സ്റ്റ് രണ്ട് ഇമ്പോർട്ടൻ്റ് ഇൻസ്ട്രുമെന്റ്സ് നോക്കാം. കളറിമെട്രി ആൻഡ് സ്പെക്ട്രോഫോട്ടോമെട്രി ആൻഡ് ടെക്നിക്സ് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫോട്ടോമെട്രിക് ടെക്നിക്ക്. അപ്പോ സ്പെക്ട്രോഫോട്ടോമീറ്റർ ഈസ് ബേസ്ഡ് ഓൺ ഫോട്ടോമെട്രിക് ടെക്നിക്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോട്ടോമെട്രിക് ടെക്നിക് അത് യൂസ് ചെയ്തിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് when a beam of incident light of intensity I naught passes through a solution. നമ്മളൊരു സൊല്യൂഷനിലേക്ക് ഇൻസിഡന്റ് ലൈറ്റ് ഓഫ് ഇന്റൻസിറ്റി I naught എന്ന് പറഞ്ഞ ഇന്റൻസിറ്റി ഉള്ള ഒരു ലൈറ്റ് പാസ് ചെയ്തെന്ന് സംഭവിക്കും. അതിൽ നിന്ന് ഒരു പാർട്ട് ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും, IR. അതുപോലെ വേറൊരു പാർട്ട് ഓഫ് ലൈറ്റ് അബ്സോർബ് ചെയ്യും. പിന്നെ ബാക്കി റെസ്റ്റ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് സംഭവിക്കും, ട്രാൻസ്മിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് I naught ഈസ് ഈക്വൽ ടു IR പ്ലസ് IA പ്ലസ് IT. നമ്മൾ ഈ ഒരു ഇൻസിഡന്റ് ലൈറ്റ് ഓഫ് ഇന്റൻസിറ്റി I naught നമ്മളൊരു സൊല്യൂഷനിലേക്ക് പാസ് ചെയ്താൽ എന്ത് സംഭവിക്കും? കുറച്ചു ഭാഗം റിഫ്ലക്ട് ചെയ്യും IR, കുറച്ചു ഭാഗം അബ്സോർബ് ചെയ്യും IA, കുറച്ചു ഭാഗം നടന്നത് ട്രാൻസ്മിറ്റ് ചെയ്യും IT. അപ്പൊ ഇൻ ഫോട്ടോമീറ്റേഴ്സ്, അത് കളറിമീറ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്പെക്ട്രോഫോട്ടോമീറ്റർ ആയിരിക്കും, സ്പെക്ട്രോഫോട്ടോമീറ്റർ ആയാലും നമ്മൾ IR എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും. കാരണം വെച്ചാൽ I naught മെഷർമെന്റിന്റെ ഈസിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ IR-നെ എലിമിനേറ്റ് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ഡിറ്റർമൈൻ IA. അങ്ങനെ നമുക്ക് IA ഡിറ്റർമൈൻ ചെയ്യാം. അപ്പൊ IR നമ്മൾ എങ്ങനെ എലിമിനേറ്റ് ചെയ്യുക? ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കും. അതായത് ഏതെങ്കിലും ഒരു സെല്ല്, ഒരു ഐഡന്റിക്കൽ പ്രോപ്പർട്ടി ഉള്ള ഏതെങ്കിലും ഒരു സെല്ല് ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന ഈ IR-നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ പറ്റും. അങ്ങനെ കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ നമുക്ക് I naught ഉം IT മെഷർ ചെയ്തൂടെ? ബിക്കോസ് I naught ഈസ് ഈക്വൽ ടു IR പ്ലസ് IA പ്ലസ് IT. IR-നെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ. നെക്സ്റ്റ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സ്പെക്ട്രോഫോട്ടോമീറ്റർ. സ്പെക്ട്രോഫോട്ടോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ നോക്കാം. അപ്പൊ ഇത് പ്രിൻസിപ്പിൾ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ബിയർ ലാംബർട്ട്സ് ലോന്റെ അതേ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് സ്പെക്ട്രോഫോട്ടോമീറ്റർ വർക്ക് ചെയ്യുന്നത്. It is based on Beer-Lambert's law, which states that amount of light absorbed by a color solution is directly proportional to concentration of the solution and length of the light passed through solution. Beer-Lambert's നമ്മൾ പറഞ്ഞതാണ് amount of light, ഒരു കളർ സൊല്യൂഷൻ അബ്സോർബ് ചെയ്യുന്ന amount of light എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ പാസ് ചെയ്ത ലൈറ്റിന്റെ ലെങ്ത്, ഒപ്റ്റിക്കൽ ലെങ്ത്തിനും പ്രൊപ്പോർഷണൽ ആയിരിക്കും. That is A. Absorbance is proportional to C. Concentration and length of the light passes through the solution. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം A എന്ന് പറയുന്നത് അബ്സോർബൻസ് ആണ്, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ എന്ന് പറയാം. C എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ആണ്. L എന്ന് പറയുന്നത് പാത്ത് ലെങ്ത്. If L is eliminated by using a standard unit sample cell of 1 centimeter, നമുക്ക് L എന്ത് ചെയ്യാം? നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പിൾ സെല്ല് 1 സെന്റിമീറ്റർ മാത്രമുള്ള ഒരു സാമ്പിൾ സെല്ല് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ L is equal to 1 ആവും. L is equal to 1 ആകുമ്പോൾ A proportional to C എന്ന് എഴുതാം. അതായത് absorbance is directly proportional to concentration of the solution എന്ന് പറയാം. If the path length is taken as 1 centimeter. അപ്പം ഇത് ചെറിയ കൊടുത്താൽ മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ത് ചെയ്യും? ഇൻസിഡന്റ് ബീം ഓഫ് ഇന്റൻസിറ്റി I naught ഉള്ളത് നമ്മള് സൊല്യൂഷനിലേക്ക് പാസ് ചെയ്യും. ആ അബ്സോർബിംഗ് സൊല്യൂഷന് കോൺസെൻട്രേഷൻ C ആണ്. പിന്നെ ഡെപ്ത് ഓഫ് ദ സൊല്യൂഷൻ L. പിന്നെ എമർജന്റ് ബീം, അവിടെ ഇന്റൻസിറ്റി കൊടുക്കുന്ന സമയത്ത് സൊല്യൂഷൻ സംഭവിക്കും, എമർജന്റ് ബീം പുറത്തേക്ക് വരും, ഇന്റൻസിറ്റി I. ഇനി എന്താ ടൈപ്പ് ഓഫ് സ്പെക്ട്രോഫോട്ടോമീറ്റർ ഉണ്ടെന്ന് നോക്കാം.
ഇപ്പൊ 2 ടൈപ്സ് ഓഫ് സ്പെക്ട്രോഫോട്ടോമീറ്റർ ഉണ്ട്. സിംഗിൾ ബീം സ്പെക്ട്രോഫോട്ടോമീറ്ററും ഡബിൾ ബീം സ്പെക്ട്രോഫോട്ടോമീറ്റർ. സിംഗിൾ ബീം സ്പെക്ട്രോഫോട്ടോമീറ്റർ ആണെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് 325 നാനോമീറ്ററിന്റെയും 1000 നാനോമീറ്ററിന്റെയും വൈവ് ലെങ്ത്തിന്റെ ഇടയിലാണ് സിംഗിൾ ബീം സ്പെക്ട്രോഫോട്ടോമീറ്റർ വർക്ക് ചെയ്യുന്നത്. യൂസിങ് ദ സിംഗിൾ ബീം ഓഫ് ലൈറ്റ് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. But the light travels in one direction and the test solution and blank are reading the same. ഇവിടെ നിറയെ ലൈറ്റ് എന്തായിരിക്കും, ഒരു ഡയറക്ഷനിൽ മാത്രമേ സിംഗിൾ ബീം സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ ട്രാവൽ ചെയ്യും. അപ്പോൾ ടെസ്റ്റ് സൊല്യൂഷന്റെയും ബ്ലാങ്കിന്റെയും നമ്മൾ ഒരേപോലെ സെയിം ആയിട്ടാണ് വായിക്കുന്നത്. ഇനി ഡബിൾ ബീം ഫോട്ടോമീറ്റർ നോക്കുകയാണെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് 185 നാനോമീറ്ററിന്റെയും 1000 നാനോമീറ്ററിന്റെയും ഇടയിലായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിൽ 2 ഫോട്ടോ സെൽസ് ഉണ്ട്. This instrument splits the length from the monochromator into 2 beams. ഇൻസ്ട്രുമെന്റ് ലൈറ്റിന് മോണോക്രോമാറ്റിലുള്ള ലൈറ്റിന് രണ്ടായിട്ട് 2 ബീംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഒരു ബീം ഉപയോഗിക്കുന്നത് എന്തിനാണ്? റെഫറൻസിന് വേണ്ടിയിട്ടാണ്. വേറൊരു ബീം ഉപയോഗിക്കുന്നത് സാമ്പിൾ റീഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എലിമിനേറ്റ്സ് ദ എറർ വിച്ച് ഓക്കേഴ്സ്. അപ്പൊ ഇവിടെ നടക്കുന്ന എറേഴ്സ് ഉണ്ടാവില്ലേ, അത് ഈ ഡബിൾ ബീം സ്പെക്ട്രോമീറ്ററിന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എറേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എറേഴ്സ് ഉണ്ടാകാം? ഒന്ന് പറഞ്ഞത് ലൈറ്റിന്റെ ഫ്ലക്ച്വേഷൻസ് കാരണം എറേഴ്സ് ഉണ്ടാകാം, അല്ലെങ്കിലോ ഡിറ്റക്ടറിന്റെ സെൻസിറ്റിവിറ്റിന്റെ ഉണ്ടാകുന്ന എറേഴ്സ്. അതായത് 2 ടൈപ്പ് സ്പെക്ട്രോഫോട്ടോമീറ്റർ ഉണ്ട്, സിംഗിൾ ബീമും ഡബിൾ ബീമും. സിംഗിൾ ബീം ആണെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് 325 നാനോമീറ്ററിന്റെ 1000 നാനോമീറ്ററിന്റെ വേവ് ലെങ്ത് ഇടയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ലൈറ്റ് ട്രാവൽസ് ഇൻ വൺ ഡയറക്ഷൻ, ഒരു ഡയറക്ഷൻ മാത്രമേ സിംഗിൾ ബീമിൽ പാസ് ചെയ്യും. ഡബിൾ ബീം ആണെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് 185 നാനോമീറ്ററിന്റെയും 1000 നാനോമീറ്ററിന്റെയും ബിറ്റ്വീനിലാണ്. 2 ഫോട്ടോ സെൽസ് ഉണ്ട്. പിന്നെ ഇൻസ്ട്രുമെന്റ് എന്ത് ചെയ്യും, ലൈറ്റിന് രണ്ടായി മോണോക്രോമാറ്റിക് ലൈറ്റ് ബീംസ് 2 ബീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒരു ബീം റെഫറൻസിന് വേണ്ടിയിട്ടും വേറെ ഒന്ന് പറയുന്നത് സാമ്പിൾ റീഡിങ്ങിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യും. പിന്നെ ഇവിടെയുള്ള എലിമെന്റ് എറേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പൊ എറേഴ്സ് പറയുന്നത് ഡ്യൂ ടു എന്തായിരിക്കും? ലൈറ്റിൽ ഫ്ലക്ച്വേഷൻസ് കാരണമായിരിക്കും, അല്ലെങ്കിൽ ഡിറ്റക്ടറിന്റെ സെൻസിറ്റിവിറ്റി കാരണം. ഇനി സ്പെക്ട്രോഫോട്ടോമീറ്ററിന്റെ പാർട്സ് എല്ലാം നോക്കാം. ഒന്ന് പറയുന്നത് ലൈറ്റ് സോഴ്സ്. ലൈറ്റ് സോഴ്സ് എന്തിനാന്ന് വെച്ചാൽ ലൈറ്റ് ജനറേറ്റ് ചെയ്യാൻ ലൈറ്റ് സോഴ്സ് ഉപയോഗിക്കുന്നത്. നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ഹാലജൻ ലാമ്പ്. വിസിബിൾ ലൈറ്റിനാണെങ്കിൽ ടങ്സ്റ്റൺ ഹാലജൻ ലാമ്പ് ആയിരിക്കും. 400 to 800 നാനോമീറ്ററിലുള്ളതായിരിക്കും. പിന്നെ അൾട്രാവൈറ്റ് ലൈറ്റിനാണെങ്കിൽ 200 to 400 നാനോമീറ്റർ ഉള്ള ഹൈഡ്രജൻ ഓർ ഡ്യൂറ്റീരിയം ലാമ്പ് യൂസ് ചെയ്യും. യു വി റേഡിയേഷൻസിന് വിസിബിൾ റേഡിയേഷൻ രണ്ട് നമുക്ക് ഒന്ന് ഉപയോഗിക്കാം. സിനോ ഫ്ലാഷ് ലാമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബോത്ത് വിസിബിൾ ആൻഡ് യു വി റേഡിയേഷൻ യൂസ് ചെയ്യാം. കാരണം അതിന്റെ എന്ന് പറയുന്നത് 190 to 1000 നാനോമീറ്ററിന്റെ ഇടയിലാണ്. പിന്നെ മോണോക്രോമാറ്റർ ലൈറ്റ് സോഴ്സ് കഴിഞ്ഞു ലൈറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ലൈറ്റ് സോഴ്സ് ഉപയോഗിക്കുന്നത്. മോണോക്രോമാറ്റർ ആണെങ്കിലോ ടു സെലക്ട് ദ പെർട്ടിക്കുലർ വേവ് ലെങ്ത്. അപ്പൊ എല്ലാ വേവ് ലെങ്ത് നമുക്ക് ആവശ്യമില്ല, നമുക്കൊരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് മാത്രമേ ആവശ്യമുള്ളൂ. അതിനു വേണ്ടി എന്ത് ചെയ്യും? മോണോക്രോമാറ്റർ യൂസ് ചെയ്യും. അതായത് ആക്സെപ്റ്റ് പോളിക്രോമാറ്റിക് ഇൻപുട്ട് ലൈറ്റ്. അയാൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് എല്ലാ രീതിയിലുള്ള വേവ് ലെങ്ത് ആക്സെപ്റ്റ് ചെയ്യും. പോളിക്രോമാറ്റിക് ലൈറ്റ് ഇൻപുട്ട് ആയിരിക്കും ആക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ കൊടുക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നതായിരിക്കും മോണോക്രോമാറ്റിക് ലൈറ്റ് ആയിരിക്കും. അതായത് ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് മാത്രം അതിന് ഔട്ട്പുട്ട് ആയി കൊടുക്കും. ഇൻപുട്ടിൽ എല്ലാ രീതിയിലുമുള്ള വേവ് ലെങ്ത് ഉണ്ടാവും. പോളിക്രോമാറ്റിക് ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യും? മോണോക്രോമാറ്റിക് ലൈറ്റിന് കൊടുക്കും. അപ്പൊ ഇതിന് എന്തെല്ലാം ഉണ്ട്? എൻട്രൻസ് സ്ലിറ്റ് ഉണ്ട്, എക്സിറ്റ് സ്ലിറ്റ് ഉണ്ട്, ഡിസ്പെർഷൻ ഡിവൈസസ് ഉണ്ട്. ഡിസ്പെർഷൻ ഡിവൈസ് എന്ന് പറയുന്നത് ജനറലി പ്രിസം ആയിരിക്കാം, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ഫിൽറ്റേഴ്സ്, ഗ്ലാസ് കൊണ്ട് മേഡ് ചെയ്ത അബ്സോർപ്ഷൻ ഫിൽറ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ മെറ്റൽ ഓർ തിൻ ഫിലിം കൊണ്ട് ഉപയോഗിച്ച ഇന്റർഫറൻസ് ഫിൽറ്റർ. ഈ മൂന്നാണ് നമ്മൾ ഡിസ്പെർഷൻ ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കാം. അതായത് എൻട്രൻസ് സ്ലിറ്റ്, പിന്നെ ഡിസ്പേഴ്സീവ് എലമെന്റ്, അതായത് എന്തായിരിക്കും? പ്രിസമോ അല്ലെങ്കിൽ ഫിൽറ്ററോ, അബ്സോർപ്ഷൻ ഫിൽറ്റർ, ഗ്ലാസ്, അല്ലെങ്കിലോ ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടി മെറ്റൽ ഓർ തിൻ ഫിലിം. എന്നിട്ട് എന്ത് സംഭവിക്കും? അത് എക്സിറ്റ് സ്ലിറ്റിൽ കൂടി പുറത്തേക്ക് പോകും. പിന്നെ അതിനെ കുറിച്ച് അറേഞ്ച്മെന്റ് ആണ്. പിന്നെ ഉള്ളത് സോഴ്സ് പറഞ്ഞു, മോണോക്രോമാറ്റർ പറഞ്ഞു, പിന്നെ സാമ്പിൾ ആണ്, സാമ്പിൾ ഹോൾഡർ ആൻഡ് സാമ്പിൾ സെൽ. അപ്പൊ ടെസ്റ്റ് ട്യൂബോ അല്ലെങ്കിൽ ക്യൂവെറ്റോ നമ്മൾ എന്ത് ചെയ്യുന്നത്? കളർഡ് സൊല്യൂഷൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പം ദേ ആർ മേഡ് അപ്പ് ഓഫ് പ്ലാസ്റ്റിക്, ഗ്ലാസ്, ഓപ്റ്റിക്കൽ ഗ്രേഡ് ക്വാർട്സ്. ഈ ക്യൂവെറ്റ്സ് ഒക്കെ മേഡ് ചെയ്തത് എങ്ങനെയാണ്? പ്ലാസ്റ്റിക് കൊണ്ടോ, അല്ലെങ്കിൽ ഗ്ലാസ്, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഗ്രേഡ് ക്വാർട്സ്, ഇതൊക്കെ കൊണ്ട് മേഡ് ചെയ്ത സാധനമാണ്. പിന്നെ ഉള്ളത് ഫോട്ടോ ഡിറ്റക്ടർ സിസ്റ്റം. ഫോട്ടോ ഡിറ്റക്ടർ സിസ്റ്റം എന്നുള്ളത് ഒരു ലൈറ്റ് എന്ത് ചെയ്യും? ഡിറ്റക്ടർ സിസ്റ്റമിൽ പാഴുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇലക്ട്രിക് കറണ്ട് ജനറേറ്റ് ചെയ്യും. ഇലക്ട്രിക് കറണ്ട് ജനറേറ്റ് അതെന്ത് ചെയ്യും? ഗാൽവാമീറ്റർ റീഡിങ്ങിൽ റിഫ്ലക്ട് ചെയ്യും. അതാണ് ഫോട്ടോ ഡിറ്റക്ടർ സിസ്റ്റം. പിന്നെ മെഷറിംഗ് ഡിവൈസ്. മെഷറിംഗ് ഡിവൈസ് ഉള്ളത് അങ്ങനെ കറണ്ട് ഡിറ്റക്ടറിലുള്ള കറണ്ട് എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും?
പിന്നെ ഡിവൈസ് മെഷർ ചെയ്യാൻ പറ്റും. അതിന് ഗാലനോമീറ്റർ നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ ദ മീറ്റർ റീഡിംഗ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ആയിരിക്കും, ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. മെഷറിംഗ് ഡിവൈസ് ഉണ്ട്, ഫോളോമെട്രി സിസ്റ്റം ഉണ്ട്, പിന്നെ സാമ്പിൾ ഹോൾഡ് ക്യൂവറ്റ് ആണ് യൂസ് ചെയ്യുക. പിന്നെയുള്ളത് മോണോക്രോമാറ്റ് ലൈറ്റ് സോഴ്സ്. ഇതാണ് സ്പെക്ട്രോഫോട്ടോമീറ്ററിന്റെ പാർട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് സോഴ്സിന്. പിന്നെ മോണോക്രോമാറ്ററിലേക്ക് പോകും, ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് സെലക്ട് ചെയ്യും. അപ്പൊ അതിനോട്ട് എന്ന് പറഞ്ഞ ഇൻസിഡന്റ് വേവ് ലെങ്ത് സ്ലിറ്റിൽ കൂടി അപ്പർച്ചറിൽ കൂടി ക്യൂവറ്റിലേക്ക് പാസ് ചെയ്യും, സാമ്പിളിലേക്ക് പാസ് ചെയ്യും. സാമ്പിൾ ക്യൂവറ്റ് ആണ്. എന്നിട്ട് പുറത്തേക്ക് ഐ എന്ന് പറഞ്ഞ ഇന്റൻസിറ്റി ലൈറ്റ് വരും, അത് ഫോട്ടോ റെസിസ്റ്ററിൽ പോകും. പിന്നെ ആംപ്ലിഫയറിൽ പോയി ആ ലൈറ്റിനെ ആംപ്ലിഫൈ ചെയ്യും, ഔട്ട്പുട്ട് വരും. ഡിഫറൻസ് ബിറ്റ്വീൻ കളറിമീറ്റർ ആൻഡ് സ്പെക്ട്രോഫോട്ടോമീറ്റർ. കളറിമീറ്റർ എന്ന് പറയുന്നത് ജനറൽ ടൈപ്പ് ആണ്. സ്പെക്ട്രോഫോട്ടോമീറ്റർ ആണെങ്കിൽ അതൊരു സ്പെസിഫിക് ടൈപ്പ് ആണ്. പിന്നെ ബോത്ത് ഓഫ് ദ മെഷർ കളർ ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ദ കളർ ത്രൂ ലൈറ്റ്. ലൈറ്റിലുള്ള കളറിന്റെ ഇന്റൻസിറ്റിയും കളറിന്റെ ഇന്റൻസിറ്റി ഒക്കെയാണ് രണ്ടാൾക്കാരും മെഷർ ചെയ്യുന്നത് സെയിം ആണ്. പിന്നെ ബോത്ത് മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ ഈസ് സിമിലർ ഫോർ ഓർ ഇൻസ്ട്രുമെന്റ്സ്. എല്ലാ ഇൻസ്ട്രുമെന്റിനും ഇതിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് സിമിലർ ആണ്. കളറിമീറ്ററിന്റെ സ്പെക്ട്രോഫോട്ടോമീറ്ററിന്റെയും മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ സിമിലർ ആണ്. അതുപോലെ തന്നെ they measure color and intensity of the color through light. കളറിന്റെ ഇന്റൻസിറ്റി ആണ് ഇവർ രണ്ടുപേരും മെഷർ ചെയ്യുന്നത്. പിന്നെ കളറിമീറ്റർ യൂട്ടിലൈസസ് 3 കളേഴ്സ്. കളറിമീറ്റർ 3 കളർ സോഴ്സ് ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഏതെല്ലാം? റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞ 3 കളറാണ് യൂസ് ചെയ്യുന്നത്. ജനറേറ്റഡ് ബൈ ഐദർ കളർ വീൽ വിത്ത് കളർഡ് ഫിൽറ്റേഴ്സ് ഓർ സെറ്റ്സ് ഓഫ് സ്പെഷ്യലി ഡിസൈൻഡ് LED. അപ്പൊ ഇത് ജനറേറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ കളർ വീൽ ഉപയോഗിച്ചായിരിക്കും, വിത്ത് കളർഡ് ഫിൽറ്റേഴ്സ് ഉള്ള കളർ വീൽ യൂസ് ചെയ്തിട്ടായിരിക്കും 3 കളർ സോഴ്സ് ഉണ്ടാകുന്നത്. അല്ലെങ്കിലോ നമ്മൾ സ്പെഷ്യലായി ഡിസൈൻ ചെയ്ത LEDs യൂസ് ചെയ്തിട്ട്. സ്പെക്ട്രോമീറ്റർ ആണെങ്കിൽ അവരെന്ത് ചെയ്യും? ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ഉപയോഗിക്കോ അല്ലെങ്കിൽ പ്രിസം ആണ് സെൻസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ കളർ മീറ്ററിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റ് ഓൺലി വിത്ത് വേവ് ലെങ്ത് 400 to 700 നാനോമീറ്ററിലാണ് ഇതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. പിന്നെ സ്പെക്ട്രോഫോട്ടോമീറ്റർ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു എക്സ്റേ, UV ലൈറ്റ്, ഇൻഫ്രാറെഡ് ആൻഡ് റേഡിയോ ഫ്രീക്വൻസീസ്. സ്പെക്ട്രോമീറ്റർ കുറച്ചും കൂടി എക്സ്റ്റെൻഡഡ് ലെവലാണ്. എക്സ്റേസിൽ ഉപയോഗിക്കാം UV ലൈറ്റ്, ഇൻഫ്രാറെഡ്, റേഡിയോ ഫ്രീക്വൻസീസ്. പിന്നെ രണ്ടിന്റെയും ഫിഗേഴ്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് സോഴ്സ് കളറിമീറ്ററിൽ വരുമ്പോ ആണെങ്കിൽ ലൈറ്റ് സോഴ്സ് ഉണ്ട്, പിന്നെ സ്ലിറ്റിലേക്ക് പോകും, പിന്നെ ലെൻസ് സിസ്റ്റം ഉള്ളത്, അതിനുശേഷം കളർഡ് ഗ്ലാസ് ഫിൽറ്റർ, പിന്നെ സെൽ ഫോർ ദ സാമ്പിൾ, നെക്സ്റ്റ് ഫോട്ടോ ഇലക്ട്രിക് സെല്ല്, ലാസ്റ്റ് മെഷർ ചെയ്യുന്ന റീഡിംഗ് വരുന്നത് ഗാലനോമീറ്ററിൽ. ഏകദേശം സിമിലർ ഡയഗ്രാം തന്നെയാണ് സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ലൈറ്റ് സോഴ്സ്, പിന്നെ സ്ലിറ്റ് ടു ഒബ്റ്റെയിൻ പാരലൽ റേസ്, പിന്നെ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്, ഇവിടെ ഗ്രേറ്റിംഗ് മറ്റേ ലെൻസ് സിസ്റ്റം ആണെങ്കിൽ ഇവിടെ ഗ്രേറ്റിംഗ് അല്ലെങ്കിൽ പ്രിസ കൊടുത്തത്, പിന്നെ ലെൻസ് സിസ്റ്റം, പിന്നെ സെൽ ഓർ സാമ്പിൾ, ഫോട്ടോ ഇലക്ട്രിക് സെല്ല്, ലാസ്റ്റ് റീഡിങ്ങിന് ഗാൽവനോമീറ്റർ. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ, സ്പെക്ട്രോഫോട്ടോമീറ്ററിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ മെഷർമെന്റിന് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഡിറ്റക്ഷൻ ഓഫ് ഇമ്പ്യൂരിറ്റീസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി മെഷർ ചെയ്യും. കെമിക്കൽ കൈനറ്റിക്സിനുള്ള ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ആണ് സ്പെക്ട്രോഫോട്ടോമീറ്റർ. ഡിറ്റക്ഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മോൾഗാവ് ഡിറ്റർമിനേഷൻ, ഇതിനൊക്കെ നമുക്ക് സ്പെക്ട്രോഫോട്ടോമീറ്റർ യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് കളറിമീറ്റർ ഡീറ്റെയിൽ നോക്കാം. Colorimeter is instrument used for the measurement of the colored substance in solution. ഒരു സൊല്യൂഷനിലെ കളർഡ് സബ്സ്റ്റൻസിന്റെ മെഷർമെന്റ് യൂസ് ചെയ്യുന്നതാണ് കളറിമീറ്റർ എന്ന് പറയുന്നത്. The instrument is operative in the visible range of electromagnetic spectrum. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ വിസിബിൾ റേഞ്ചിലാണ് ഈ ഇൻസ്ട്രുമെന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ കുറെ റേഞ്ച് പറഞ്ഞു, അതിൽ വിസിബിൾ റേഞ്ചിലാണ് ഈ ഇൻസ്ട്രുമെന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. Colorimeter is an instrument used for the measurement of the colored substance in the solution. ഒരു സൊല്യൂഷനിലെ കളർഡ് സബ്സ്റ്റൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടി കളറിമീറ്റർ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന എവിടെയാണ്? വിസിബിൾ റേഞ്ച് ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലാണ് ഇവ ഓപ്പറേറ്റ് ചെയ്യുന്നത്. Colorimetry, it is the most common analytical technique used in the biochemical estimation in clinical laboratory. Clinical laboratory ബയോകെമിക്കൽ എസ്റ്റിമേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അനലിറ്റിക്കൽ ടെക്നിക് ആണ് കളറിമെട്രി എന്ന് പറയുന്നത്. നമ്മൾ PGക്കൊക്കെ ലാബിലൊക്കെ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് മെത്തേഡ് തന്നെയാണ്.
ഇറ്റ് ഇൻവോൾവ്സ് ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ ഓഫ് കളർ. അപ്പൊ ഈ കളറിമെട്രിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? കളേഴ്സിന്റെ ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ ആണ് ചെയ്യുന്നത്. കളേഴ്സിന്റെ ക്വാണ്ടിറ്റീസ് എത്രയാണ് എന്ന് ക്വാണ്ടിറ്റേറ്റീവ്ലി എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് കളറിമെട്രി. A substance is to be estimated colorimetrically must be colored or it should be capable of forming chromogens through addition of reagents. അപ്പൊ നമുക്ക് ഏതൊരു സബ്സ്റ്റൻസിനെ കളറിമെട്രിക്കലി എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായാലും കളേർഡ് ആയിരിക്കണം. അല്ലെങ്കിലോ ആ സബ്സ്റ്റൻസിന് ക്രോമജൻസ് ഫോം ചെയ്യാൻ പറ്റണം. അതായത് ക്രോമജൻ എന്ന് വെച്ചാൽ കളേർഡ് കോംപ്ലക്സ് ആണ്. ഏതെങ്കിലും ഒരു റിയേജന്റ് ആഡ് ചെയ്താൽ ആ ഒരു സബ്സ്റ്റൻസിന് ക്രോമജൻസ് ഫോം ചെയ്യാൻ പറ്റണം. അതായത് നമ്മൾ കളറിമെട്രിക്കലി സബ്സ്റ്റൻസിന് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ആ സബ്സ്റ്റൻസ് എന്തായിരിക്കണം? ഒന്നിക്കൽ കളേർഡ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും റിയേജൻ ആഡ് ചെയ്യുന്ന സമയത്ത് അത് കളേർഡ് കോംപ്ലക്സ് ഫോം ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ക്രോമജൻസ് ഫോം ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താ നോക്കാം. കളറിമെട്രിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് passes through a colored solution. Some specific wavelength of the light are absorbed, which is related to the color intensity. നമ്മൾ മോണോക്രോമാറ്റിക് ലൈറ്റ് കളർ സൊല്യൂഷനിലൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പെസിഫിക് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് അബ്സോർബ് ചെയ്യും. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കളർ ഇന്റൻസിറ്റി. അതിന്റെ കളർ ഇന്റൻസിറ്റിക്ക് അനുസൃതമായിട്ട് ഒരു സ്പെസിഫിക് വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യും. എമൗണ്ട് ഓഫ് ലൈറ്റ് അബ്സോർബഡ് ഓർ ട്രാൻസ്മിറ്റഡ് ബൈ എ കളർ സൊല്യൂഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ടു ലോ. ഇങ്ങനെ ലൈറ്റ് പിന്നെ അബ്സോർബ് ചെയ്യുന്നതും അതുപോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും, കളർ സൊല്യൂഷനിൽ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നതും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും രണ്ട് ലോസ് ആണ് ബിയേഴ്സ് ആൻഡ് ലാംബർട്സ് ലോ വെച്ചിട്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെക്ട്രോഫോട്ടോമീറ്ററും കളറിമീറ്ററും എല്ലാം വർക്ക് ചെയ്തത് ബിയേഴ്സ് ആൻഡ് ലാംബർട്സ് ലോ വെച്ചിട്ടാണ്. കളേർഡ് സബ്സ്റ്റൻസ് അബ്സോർബ് ലൈറ്റ് ഇൻ റിലേഷൻ ടു കളർ ഇന്റൻസിറ്റി. അപ്പൊ കളേർഡ് സബ്സ്റ്റൻസ് ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് എങ്ങനെയാണ്? അതിന്റെ കളർ ഇന്റൻസിറ്റിക്ക് അനുസൃതമായിട്ടാണ് കളറിനെ സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്യുന്നത്. പിന്നെ the color intensity will be proportional to concentration of substance. അപ്പൊ ഈ കളർ ഇന്റൻസിറ്റി എന്ത് പ്രൊപ്പോർഷൻ ആണ്? ആ സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷൻ ആണ്. The instrument used in this method are colorimeter or photometer. അപ്പൊ നമ്മള് കളറിമീറ്ററോ അല്ലെങ്കിൽ ഫോട്ടോമീറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ്. ഇതിന്റെ കോമ്പോണൻസ് എല്ലാം നോക്കാം. ടങ്സ്റ്റൺ ലാമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടൻസിങ് ലെൻസ് സ്ലിറ്റിലൂടെ പാസ് ചെയ്ത് കണ്ടൻസിങ് ലെൻസിലെത്തി. പിന്നെ ഫിൽട്ടർ ചെയ്യും, സാമ്പിളിലേക്ക് പോകും. ക്യൂവിറ്റ് എന്ന് പറയുന്ന സാമ്പിൾ, ഫോട്ടോസെൽ, ഗാലറിമീറ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ അതേ ഇൻസ്ട്രുമെന്റ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ആപ്ലിക്കേഷൻസ്, it is widely used in hospital and laboratory for the estimation of biochemical samples like plasma, cerebrospinal fluid, urine. അതായത് നമ്മൾ ഹോസ്പിറ്റൽസിലും ലാബോറട്ടറിയിലെല്ലാം നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എസ്റ്റിമേഷൻ ഓഫ് ബയോകെമിക്കൽ സാമ്പിൾസിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാസ്മ, യൂറിന്, സെറിബ്രോസ്പിനൽ ഫ്ലൂയിഡ് പോലത്തെ സാമ്പിൾസിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലാബോറട്ടറിയിലും ഹോസ്പിറ്റലിലൊക്കെ ഈ കളറിമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് സ്പെഷ്യലി യൂസ്ഡ് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ ഓഫ് സെറം കോമ്പൗണ്ട്സ്. അപ്പൊ സെറം കോമ്പൗണ്ട്സിന്റെ ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷന് വേണ്ടി കളറിമീറ്റർ യൂസ് ചെയ്യും. ഏതെല്ലാം സെറം കോമ്പൗണ്ട്സ്? ഗ്ലൂക്കോസോ അല്ലെങ്കിൽ പ്രോട്ടീൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബയോകെമിക്കൽ കോമ്പൗണ്ട്സ്, ഇവരുടെയൊക്കെ എസ്റ്റിമേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷന് വേണ്ടി കളറിമീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. കളറിമീറ്ററെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻസ്ട്രുമെന്റ് യൂസ് ഫോർ മെഷർമെന്റ് ഓഫ് ദ കളർഡ് സബ്സ്റ്റൻസ് സൊല്യൂഷൻ. സൊല്യൂഷനിൽ കളർഡ് സബ്സ്റ്റൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്പറേറ്റ് ചെയ്യുന്നത് വിസിബിൾ റേഞ്ച് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലാണ്. പിന്നെ ഇറ്റ് ഈസ് നമ്മൾ ബയോകെമിക്കൽ എസ്റ്റിമേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള അനലിറ്റിക്കൽ ടെക്നിക്കാണ് കളറിമീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ ഓഫ് കളർ ആണ്. പിന്നെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ്, കളറിമീറ്റർ എസ്റ്റിമേറ്റ് സബ്സ്റ്റൻസ് എന്തായിരിക്കണം? ഒന്നുകിൽ കളേർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു സബ്സ്റ്റൻസ് എന്ത് ഫോം ചെയ്യാൻ പറ്റണം? ഒരു കളേർഡ് കോംപ്ലക്സ് ഫോം ചെയ്യാൻ പറ്റണം. ഇൻ അഡീഷൻ ഓഫ് റിയേജൻസ്, നമ്മൾ റിയേജൻ ആഡ് ചെയ്യുന്ന സമയത്ത് ആ സബ്സ്റ്റൻസിന് ക്രോമജൻസ് ഫോം ചെയ്യാൻ പറ്റണം. പിന്നെ ഇത് പ്രിൻസിപ്പിള് ലാംബർട്ട്സ് ലോ വെച്ചാണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മോണോക്രോമാറ്റിക് ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത്, കളർ സൊല്യൂഷൻ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പെസിഫിക് വേവ്ലെങ്ത് ഓഫ് ലൈറ്റ് നേരെ അബ്സോർബ് ചെയ്യും. പിന്നെ amount of light absorbed or transmitted by a color solution in accordance with Beer and Lambert's law. പിന്നെ colored substance absorb light in relation to their color intensity. പിന്നെ കളർ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്ത് പ്രൊപ്പോർഷൻ ആണ്? കളർഡ് സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ നമ്മൾ കളറിമീറ്റർ അല്ലെങ്കിൽ ഫോട്ടോമീറ്റർ നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് ഇവിടെ യൂസ് ചെയ്യും. പിന്നെ ആപ്ലിക്കേഷൻസും നോക്കാം.